ഒരിക്കൽ ഒരു സാമൂഹിക പ്രവർത്തക ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് അവർ അവിടെ എത്തിയത്. പാവപ്പെട്ടവരും പണക്കാരും ജോലി ചെയ്യുന്നവരും കുട്ടികളും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. അവർ വീണ്ടും ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, സ്വപ്നങ്ങളോ? ഇല്ല, ഞങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ഉടനെ അവർ ചോദിച്ചു, നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് മോഹമില്ലായിരുന്നോ? കൗമാരപ്രായത്തിൽ നിങ്ങൾക്കൊത്തിരി മനക്കോട്ടകളൊക്കെ ഇല്ലായിരുന്നോ? ഈ ചോദ്യം കേട്ട് ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, സ്വപ്നം കൊണ്ട് എന്ത് സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ പ്രശ്നം ഞങ്ങളുടെ കുട്ടികൾക്ക് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. ഇത് ഒരു വല്ലാത്ത ദുരന്തമാണ്. അവരോട് പ്രശ്നങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ ഞങ്ങൾക്ക് താമസിക്കുവാൻ നല്ല സ്ഥലങ്ങളില്ല. ഞങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ഭയത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാണ് ഇവരെ സഹായിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചു. അതിലൊരാൾ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷേ എനിക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അവർ പറഞ്ഞു, താങ്കൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? തീർച്ചയായും ഞാൻ ശ്രമിക്കാം. അങ്ങനെ ആ ആഴ്ച അവർ പിരിഞ്ഞു. രണ്ടാമത്തെ ആഴ്ച വീണ്ടും അതേ ആളുകൾ വന്നപ്പോൾ, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള ചെറിയ സൗകര്യങ്ങളായോ? വളരെ പുഞ്ചിരിയോടെ അവർ പറഞ്ഞു, എല്ലാം നന്നായി എന്ന്. അവരെ സഹായിച്ച വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. ഇനി മുതൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയും. ആ സാമൂഹിക പ്രവർത്തക അന്നു മുതൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് പണമില്ലെങ്കിലും ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവർ പഠിപ്പിച്ചു. ഓരോ ആഴ്ചയും ചെയ്ത ചർച്ചകളിൽ അവർ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? അതിലൊരു ചെറുപ്പക്കാരി പറഞ്ഞു, എനിക്ക് കുറേ കൂടി പഠിച്ചാൽ കൊള്ളാമായിരുന്നു. അതിനെന്താണ് തടസ്സം? പഠിക്കാൻ പോക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പഠിക്കാൻ പോക്കൂ, നിങ്ങളുടെ കുട്ടികളെ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ പോകുന്ന സമയം ഞാൻ നിങ്ങളുടെ കുട്ടികളെ നോക്കിക്കൊള്ളാം. അങ്ങനെ അടുത്ത കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. ഒരുപക്ഷെ സമൂഹത്തിൽ അവർ അവഗണിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടാകുവാൻ തുടങ്ങി. ഇത് ഒരു ചെറിയ പട്ടണത്തിൽ പ്രവർത്തിച്ച ഒരു സാമൂഹിക പ്രവർത്തകയുടെ കഥയാണ്. ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുവാൻ എല്ലാവർക്കും അവകാശവും അവസരവും ഉണ്ടെന്നാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെ ഒട്ടനവധി ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അവർ ഓരോ ദിവസവും ചോദിക്കും, നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടോ? നാമും ഇടയ്ക്കിടെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ണാനും ഉടുക്കാനുമുണ്ട്, സമൂഹത്തിൽ നല്ല വിലയുമൊക്കെ ഉണ്ട്, അങ്ങനെയങ്ങ് ജീവിതം മുൻപോട്ട് പോകാം എന്നാണ് നാം കരുതുന്നത്. എന്നാലും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ജീവിതത്തെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണുന്നവരാകാം. നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ നമ്മെക്കുറിച്ച് മാത്രം ആകരുത്. നമ്മുടെ സമൂഹത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമൊക്കെ നമുക്ക് സ്വപ്നങ്ങളുണ്ടാകണം. പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ച് സ്വയം സ്വപ്നം കാണുവാനും ഉണർന്ന് പ്രവർത്തിപ്പാനും കഴിയാത്തവരുടെ കാര്യത്തിൽ. ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും സ്വപ്നം കാണാൻ സാധിക്കും. എന്നാൽ ആ സ്വപ്നങ്ങൾ ഏറെയും സാക്ഷാത്കരിക്കുവാൻ അവരെ നമുക്ക് സഹായിക്കണം. നമ്മിൽ പലരും വലിയ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറല്ല എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ പരാജയ ഭീതിയോ ആത്മവിശ്വാസക്കുറവോ ജീവിതത്തിൽ വിജയം വരിക്കുവാനുള്ള അവസരങ്ങളില്ലായ്മയോ ഒക്കെ ആയിരിക്കാം ഇതിന് കാരണം. കുറേ സ്വപ്നങ്ങൾ നമുക്ക് ജീവിതത്തെക്കുറിച്ചുണ്ടാകട്ടെ. ജീവിതത്തിൽ സ്വപ്നം കാണാനും ഉണർന്നു പ്രവർത്തിപ്പാനും മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988 022 1957.